സൗദി അറേബ്യയിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാത്ത പശ്ചാത്തലത്തിൽ പ്രവർത്തനം മരവിപ്പിക്കാൻ സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി നടപടികൾ തുടങ്ങി. ഉപഭോക്താക്കളുടെ സുരക്ഷ കണക്കിലെടുത്താണ് മോണിറ്ററി ഏജൻസിയുടെ തീരുമാനം. കമ്പനികൾ പൂട്ടുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിദേശികൾക്ക് തൊഴിൽ നഷ്ടമാകും. സൗദി അറേബ്യയിലെ 6 ഇൻഷുറൻസ് കമ്പനികൾ 50 മുതൽ 75% വരെ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മോണിറ്ററി ഏജൻസി കണ്ടെത്തിയിരുന്നു. സലാമ, വഫ, തഅ്മീൻ അൽ അറബിയ, അൽ ആലമിയ, അമാന ലി തഅ്മീൻ, അൽ ഇൻമ ടോക്കിയോ എന്നീ കമ്പനികളുടെ പ്രവർത്തനം മരവിപ്പിക്കാനാണ് സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസിയുടെ തീരുമാനം. 2007 ഇൻഷുറൻസ് കമ്പനികൾക്ക് സൗദി വിപണിയിൽ പ്രവർത്തനം തുടങ്ങാൻ അനുമതി ലഭിച്ചത്. 8 വർഷത്തിനിടെ ഇൻഷുറൻസ് രംഗത്ത് 36 കമ്പനികൾ വന്നതോടെ കടുത്ത മത്സരമാണ് നിലവിലുള്ളത്. ചെറുകിട ഇൻഷുറൻസ് കമ്പനികൾ കുറഞ്ഞ തുകയിൽ വൻ വാഗ്ദാനം നൽകി പോളിസി വിതരണം ചെയ്യും. എന്നാൽ ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്ത പരിരക്ഷ ലഭിക്കാറില്ല. ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ നടപടി. ഇൻഷുറൻസ് കമ്പനികൾ പൂട്ടുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. ഇവരെ മറ്റ് കമ്പനികളിൽ പുനരധിവസിപ്പിക്കുകയോ ഇഷ്ടമുള്ള തൊഴിലുടമയുടെ കീഴിലേക്ക് മാറുന്നതിനോ അനുവദിക്കും. നസ്രുദ്ദീൻ വിജയ്, റിപ്പോർട്ടർ, റിയാദ്.